വെക്കടാ വെടി വെക്കടാ വെടി വെക്കടാ വെടി വെക്കടാ വെടി. പതിവ് പോലെ എന്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. മുരുകാ, മറ്റ് കഥാപാത്രങ്ങൾ എന്നെ പൊക്കി പറയുന്ന ഒരു 10 സീനെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് 10 ഷൂട്ട് ചെയ്താണ് സാർ. പക്ഷെ 9 ഫൈറ്റും 7 സോങ്ങും എല്ലാം കൂടി പടം 4 മണിക്കൂറായപ്പോൾ കുറെ വെട്ടിക്കളയേണ്ടി വന്നു സാർ. 7ാമത്തെ ഫൈറ്റിൽ ഞാൻ ബൂട്ടിട്ട കാലുകൊണ്ട് പാറയിൽ ചവിട്ടുമ്പോ തീപ്പൊരി പാറിക്കണമെന്ന് പറഞ്ഞിട്ട് രജനി സാറിന്റെ ഒരു പടത്തിൽ അതേ ഷോട്ട് ഉണ്ടെന്ന് ആരോ പറഞ്ഞപ്പോ ഉണ്ടോ? ഓക്കെ, എങ്കിൽ ഞാൻ ചവിട്ടുമ്പോ പാറ പൊട്ടി വെള്ളം ചീറ്റിക്കാമായിരുന്നില്ലേ? എടോ, ഒരു മെഗാസ്റ്റാർ ചവിട്ടുമ്പോ പാറക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണ്ടേ? തന്റെ ഫസ്റ്റ് പടമല്ലേ ഇത്? അതെ. തന്റെ ലാസ്റ്റ് പടവും ഇത് തന്നെയായിരിക്കും. ഇഡിയറ്റ്. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. സ്റ്റണ്ട് മാസ്റ്റർ കുശലേമണിയെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. ചൊക്കലിംഗം എന്നെ തൊഴിക്കുമ്പോ അവന്റെ കാലിൽ കെട്ടിയ കമ്പി വലിക്കാൻ പറഞ്ഞിട്ട് ആ കുഷ്മാണ്ടൻ എന്റെ കാലിലെ കമ്പി വലിച്ചു. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നാ സാർ ഉശിലൈമണി പറയുന്നത്. സാറിനെ പോലുള്ള ഒരു ബെഡ് റെസ്റ്റ് എടുക്കേണ്ട പ്രായത്തിൽ സ്റ്റണ്ട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്ന അയാള് പറഞ്ഞത്. ബെഡ് റെസ്റ്റ് എടുക്കാൻ അവന്റെ അമ്മായിയമ്മയോട് പറ. വട്ടവിള ജയകുമാറിന് പ്രായമില്ലേ? താനൂർ അബ്ദുള്ളക്ക് പ്രായമില്ലേ? അവരൊക്കെ 50ഉം 100ഉം പേരെ ഇടിച്ചിടുമ്പോ ഞാൻ മാത്രം ഇളിച്ചോണ്ട് നിന്നാ മതിയോ? കുശിലേമണി എന്റെ ഒരു പടത്തിലും ഇനി അവൻ ഉണ്ടാവില്ല. വിളിച്ചാലും വരത്തില്ലെന്ന് അയാളും പറഞ്ഞു. ഇനി തന്റെ പടവും ഞാൻ ചെയ്യില്ല. ഓ, സന്താനം, സന്താനം. ആരുടെ സന്താനമാണ് സാർ? തന്റെ സന്താനമല്ല, ഡ്രൈവർ സന്താനം. സാർ, എങ്ക പോയി പുളിച്ചിട്ടിരിക്കാൻ കഴുത. എടുത്ത വണ്ടി. Oh my God. പച്ചാളം, തന്റെ കാര്യം ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. ഇപ്പോഴും ലൂധിയാനയിൽ തന്നെയാണോ? ബ്രിഗേഡിയർ നിജലിംഗപ്പയെ കണ്ടോ? അതെ, ഞാൻ ചെന്നൈയിൽ തന്നെ. വെക്കടാ വെടിയുടെ പ്രീവ്യൂ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. പടം പോക്കാ. ആ സംവിധായകനെ ചൂലുകൊണ്ടടിക്കണം. വിഡ്ഢി കൂഷ്മാണ്ടൻ. നമ്മുടെ സ്ഥിരം പരിപാടിയെ രക്ഷയുള്ളൂ എന്നാ തോന്നുന്നേ. ആ പൊങ്കൽ ചാലയിലെ പിള്ളേർക്ക് ഓരോ പൈൻറ്റും ഫ്രീ ടിക്കറ്റും കൊടുക്കാൻ വിളിച്ച് പറ. അങ്ങനെ കോഴിക്കോടും കണ്ണൂരും ഒരു സ്ഥലവും വിടണ്ട. എന്നിട്ടും പടം പൊട്ടുകയാണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഒരു മെഗാസ്റ്റാർ ആവുമ്പോൾ 10 പടം പൊട്ടിയാലും 11ാമത്തെ പടം കഷ്ടിച്ച് രക്ഷപ്പെട്ടാൽ പിന്നെ 5-10 കൊല്ലം സുഖമായിട്ട് മുമ്പോട്ട് പോവാലോ. അതവിടെ നിൽക്കട്ടെ. ബ്രിഗേഡിയർ നിജലിംഗപ്പ എന്ത് പറഞ്ഞു? ജൂണില് മഴ വരുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ കേണലായേ പറ്റൂ. ഓക്കെ, ബോട്ട് ജെട്ടികളുടെ നാടായ കുട്ടനാട്ടിൽ നിന്നും മറ്റൊരു ജെട്ടി, കാവാലം ജെട്ടി. ഇറുക്കത്തിനും മുറുക്കത്തിനും കാവാലം ജെട്ടി. സ്വന്തമായിട്ടൊരു ജെട്ടി ഏറെ നാളായി കൊതിച്ചോരെ, സ്വന്തമായിട്ടിരിക്കട്ടെ കാവാലം ജെട്ടി. ഇനിയുണ്ട്, കാണിച്ചു തരാം. അയ്യോ,
തോർത്തുമുണ്ടുകൾ ഇതുപോലെ തലയിൽ കെട്ടാനും തോർത്താനും തളപ്പ് കെട്ടി തെങ്ങിൽ കയറാനും അത്യുത്തമം. കടുപ്പം തന്നെ. പണം കൊടുത്താൽ നിന്റെ ഭർത്താവ് എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. ഈ പരസ്യങ്ങൾ കോടതിയിൽ കാണിച്ച് ഇതുപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ആ നിമിഷം നിനക്ക് ഡൈവോഴ്സ് കിട്ടും. ആ വരുന്നുണ്ടെന്നാ തോന്നുന്നേ. കാണിച്ചത് നിനക്ക് ജോക്കർ ഉണ്ടോ? ഇപ്പൊ ഒരു ജോക്കർ ഇവിടെ വന്നു. നീലിമേ, എനിക്ക് നടക്കാൻ വയ്യ, ഒന്ന് എന്നെ വന്ന് പിടിക്കൂ. എനിക്കിവിടെ ലൈഫ് കിട്ടിയിട്ടില്ല, അപ്പോഴാ. നീലിമേ പ്ലീസ്. ഇത്രയും വലിയ ഹീറോ വേറെ ആളിന്റെ സഹായത്തോടെ ഇപ്പൊ നടക്കുന്നതെന്ന് ആളുകൾ അറിഞ്ഞ എന്ത് മോശമാണ് സരോജ്. അത് ശരിയാ. സാറിന്റെ ഒരു പടം നാളെ ഇറങ്ങുന്നുണ്ടല്ലേ? വെക്കടാവെടി സൂപ്പർ ഹിറ്റ് ആയിരിക്കും. ഇപ്പോഴുള്ള സാറിന്റെ എല്ലാ പടവും ഇറങ്ങുന്നതിന് മുൻപ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. നീലിമേ, എങ്കിൽ പിന്നെ ആ എണ്ണയും കുഴമ്പും ഇങ്ങെടുത്തോളൂ. ഞാൻ കളിക്കുന്നത് കണ്ടില്ലേ സരോജ്? ഷെൽഫിൽ എവിടെയെങ്കിലും കാണും, തപ്പിയെടുത്തോളൂ. എന്നാ നമുക്ക് ഈ ഡിന്നർ അങ്ങ് കഴിച്ചാലോ? ഞാൻ എപ്പോഴേ കഴിച്ചു. സരോജിനുള്ളത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അവനിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജോലിക്കാരൊക്കെ ഉറങ്ങി കേട്ടോ. രാവിലെ മുതൽ കഷ്ടപ്പെടുന്നതല്ലേ, വിളിച്ചുണർത്തി ഉപദ്രവിക്കണ്ട. ഡിന്നർ കഴിക്കാനൊന്നുമല്ല, എന്നെ ഇവിടുന്ന് എഴുന്നേപ്പിക്കാനുള്ള പണിയാ. ഇപ്പം മുറി ചെന്ന് നോക്കിയാ അറിയാം, ഒരു ഫുൾ ബോട്ടിൽ പൊട്ടിച്ച് അടി തുടങ്ങിയിരിക്കും. ഡിന്നർ കഴിച്ചെന്നോ ഇല്ലെന്നോ വരാം. എന്തായാലും രാവിലെ നോക്കുമ്പോ മുറിയിൽ ഛർദ്ദിച്ചിരിക്കുന്നത് കാണാം. വൃത്തികെട്ട പടങ്ങൾ ചെയ്ത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ കുറ്റബോധം കാണും. അപ്പൊ ആരും കുടിച്ചു പോവും. ആ പാവം മെഗാസ്റ്റാർ. ഹിറ്റ് ഹിറ്റ് അണ്ണാ, സൂപ്പർ ഹിറ്റ് അണ്ണാ. നമ്മ സാറിനോட പുതുപ്പടം വെക്കടപടി ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. മൈൻഡ് ചെയ്തില്ല. സൂപ്പർ ഹിറ്റ്. പേടിക്കണ്ട, ഞാനാ. മാഡം, സാറിന്റെ പടം സൂപ്പർ ഹിറ്റ്. ഇവിടെ സാർ എണീറ്റില്ലേ? സാർ അവിടെ സ്വിമ്മിംഗ് പൂള് വൃത്തിയേടാക്കിക്കൊണ്ടിരിക്കാം. ആണോ? നിക്ക്, സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം, സാർ കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഞാൻ വേഗം ചെന്ന് പറയട്ടെ. സൂപ്പർ ഹിറ്റ്, സൂപ്പർ ഹിറ്റ്. സരോജ് സാറേ, കുളി മതിയാക്കി വേഗം കയറി വാ സാറേ. വെക്കടാ വെടി സൂപ്പർ ഹിറ്റ് ആകാൻ വേണ്ടി വടപളനി കോവിലിൽ നേർച്ചയുണ്ടായിരുന്നു. ഇതാ പ്രസാദം. ആഹാ, അപ്പൊ വെക്കടാവെടി ഹിറ്റായോ? കൊള്ള ഹിറ്റ് ആയോന്നോ? ബമ്പറാ സാറേ. ചെന്നൈയിൽ 6 റിലീസ്. ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. എന്റെ സാറേ, 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ? ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. പിന്നെ കെട്ടിടത്തിന്റെ ടെറസിൽ കൂടി ബൈക്കിൽ പറന്നു വന്ന് ഒരു പോറൽ പോലും പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ. സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. சார், யாரோ ஒரு கடல் வண்டி மாதவன் கெயிட்ல வெயிட் பண்ணிட்டு இருக்கு. കടൽ വണ്ടി മാധവനോ? അതാരാ? ആ, കടലുണ്ടി മാധവൻ പുതിയൊരു ഡയറക്ടറാ. വര സൊല്ല്. சரி சார். അതെ, സാറൊരു കാര്യം അറിഞ്ഞോ? വെക്കടാവടി പൊട്ടാൻ വേണ്ടി വട്ടവിള ജയകുമാർ ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം നടത്തിയെന്ന്. അവനൊക്കെ സ്വയം നശിച്ചോളും. താനൂർ അബ്ദുള്ള മംഗലാപുരം പള്ളിയിൽ നേർച്ചയായിട്ട് ഒരു ആടിനെ കൊടുത്തു നമ്മുടെ പടം പൊട്ടാൻ. സാരമില്ല, അടുത്ത ആഴ്ച അവന്റെ ചുറ്റിക്കളി തട്ടിക്കളി ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പള്ളിയിൽ 100 ആടിനെ കൊടുക്കും. ദൈവത്തിന് അങ്ങനെ പക്ഷഭേദമൊന്നുമില്ലടാ. ആര് കൂടുതൽ ആടിനെ കൊടുക്കുന്നോ ദൈവം അവരുടെ കൂടെ നിൽക്കും. അത്രയേ ഉള്ളൂ. ഈ വെക്കടാ വെടി മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാ മതി. ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ? ജൂലൈയിൽ ഇരുകാലി മൃഗം. നല്ല പേര്. ഇതിൽ ആരാണ് സാർ ഇരുകാലി? ഞാനല്ലാതെ വേറെ ആര്? എനിക്ക് തോന്നി. പക്ഷെ ക്ലൈമാക്സിൽ ഞാൻ നന്നാവും. അത് വേണമല്ലോ. ഗുഡ് മോർണിംഗ് നമസ്കാരം സാർ. ആ മിസ്റ്റർ കടലുണ്ടി. സാർ ശബ്ദം. മിസ്റ്റർ കടലുണ്ടി, ഇന്നത്തെ കാണോ ഞാൻ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നത്? അതെ സാർ.
എങ്കിൽ പെട്ടെന്ന് കഥ പറഞ്ഞ് പോയിക്കോളൂ. എനിക്കിന്ന് വേറെ 17 കഥകൾ കേൾക്കാനുള്ളതാ. 17 അല്ല സർ, 28. ഓ, വലഞ്ഞത് തന്നെ. എങ്കിൽ കഥ തുടങ്ങിക്കോളൂ. സാർ ഇദ്ദേഹം ഇത് മുട്ടത്തറ ബാബു, സരോജ് കുമാർ ഫാൻസ് അസോസിയേഷന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ എന്റെ മേക്കപ്പ് തൊട്ട് എല്ലാം നോക്കുന്നത് ഇവനാ. ഭയങ്കര ആത്മാർത്ഥതയാ. ഞാൻ മരിക്കണമെന്ന് പറഞ്ഞ അപ്പ മരിക്കും. സാർ ഇതുവരെയും മരിക്കണമെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ തുടങ്ങൂ, ബാബു അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ പറയുന്ന കഥ ലോ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ടാലല്ലേ പടം ഹിറ്റാകൂ. അതുകൊണ്ട് ഇപ്പൊ എന്റെ എല്ലാ കഥകളും ബാബുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോന്നാ ഞാൻ നോക്കുന്നത്. കഥ പറഞ്ഞോളൂ. സാർ ഒരു ചെത്തുകാരനാണ്. അതെ, ഞാൻ ചെത്തുകാരനാണ്. അതുകൊണ്ട് കഥയിലെ കഥാപാത്രത്തിന്റെ കാര്യമാണോ പറഞ്ഞത്? അതെ സാർ. കൊള്ളാം, ചെത്തുകാരൻ, കറക്റ്റ് ലുക്ക. അല്ല സാർ ഇതുവരെ ചെയ്യാത്ത കഥാപാത്രമല്ലേ? പുതുമ. കഥ തുടങ്ങുമ്പോൾ ഈ ചെത്തുകാരൻ ദരിദ്രനാണ്. അത് കുഴപ്പമില്ല. പക്ഷെ എത്ര ദരിദ്രനാണെങ്കിലും ജീൻസും ടൈറ്റ് ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ആള് തെങ്ങി കയറൂ. അല്ല, അതൊക്കെ ധരിച്ചാൽ സാറിന് തെങ്ങമ്മക്കാരൻ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ തെങ്ങിൽ കയറുന്നതായി ക്ലോസപ്പിൽ ഇങ്ങനൊരു ഷോട്ട് കൊടുത്താൽ പിന്നെ കയറുന്നത് ഡൂപ്പായിരിക്കുമല്ലോ. ഓക്കെ സർ. പെട്ടെന്ന് കഥ പറയൂ. ഭയങ്കര കഠിനാധ്വാനിയായ ഈ ചെത്തുകാരൻ ഒരു ദിവസം തന്നെ 100 തെങ്ങിൽ കയറും. അങ്ങനെ തെങ്ങിൽ കയറി തെങ്ങിന്റെ മണ്ടയ്ക്കെത്തും. ഒന്ന് വേഗം കഥ പറഞ്ഞു തൊലക്കടോ. ഇയാളുടെ ഒരു കയറി. അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് അയാൾ IAS പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്. എന്നിട്ട് സാറ് മുങ്ങിയ പൊങ്ങുന്നതിന് മുമ്പ് കഥ പറഞ്ഞു തീർത്തോ? ഇല്ലെങ്കിൽ ബാക്കി കഥ സാറുണ്ടാക്കി തനിക്ക് പറഞ്ഞു തരും. മെഗാസ്റ്റാറുകളൊക്കെ അങ്ങനെ ക്യാരക്ടർ പറഞ്ഞാൽ മതി, ബാക്കി കഥ അവരുടെ സൗകര്യത്തിന് അവരുണ്ടാക്കും. സാർ കഥ കൊള്ളാം. നമുക്ക് സാറിനെയും കുറച്ച് സഹചെത്തുകാരെയും വെച്ച് ഒരു ഗ്രൂപ്പ് ഡാൻസിന് ചാൻസ് ഉണ്ട്. ഞാൻ വെള്ളത്തിൽ മുങ്ങിയപ്പോ ചെത്തുകാരന്റെ ബാക്കി കഥ കിട്ടി. പറഞ്ഞു തരാം. ബാബു ഇവരെ അകത്ത് കൊണ്ടുപോയി ഇരുത്തു. ഞാനിപ്പോ വരാം. ശരി സാർ. ഇപ്പൊ എങ്ങനെയുണ്ട്? അകത്തോട്ട് വരും. ഇരിക്കേ. ഹിന്ദി നായികമാര് വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സാറിന്റെ കാൾ ഷീറ്റ് പ്രയാസമായിരിക്കും. എഴുന്നേക്ക്. ഈ ചെത്തുകാരൻ ഒരു സാധാരണ ചെത്തുകാരനായിരിക്കില്ല. സർ സ്കോച്ച് എടുക്കാറായോ? ഇന്ന് ബുധനാഴ്ചയല്ലേ? എന്താ ബാബു, ഈ ബുധനാഴ്ച ഞാൻ കോണിയാക്കല്ലേ കഴിക്കുന്നത്? ഞാൻ പറയും 100 തെങ്ങിലൊന്നും എന്റെ ചെത്തുകാരൻ കയറുകയില്ല. ചെത്തുകാരന്റെ കഠിനമായ അധ്വാനം കാണിക്കാനാണ് സാർ ഒരുപാട് തെങ്ങിൽ കയറുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ഒരു തെങ്ങിന്റെ മണ്ടയിൽ കയറി ചെത്തിക്കഴിഞ്ഞാൽ ആടി ആ തെങ്ങ് വളച്ച് ഈ ചെത്തുകാരൻ അടുത്ത തെങ്ങിലേക്ക് ചാടുകയാണ്. കവുങ്ങാണെങ്കിലല്ലേ സാർ അങ്ങനെ വളയ്ക്കാൻ പറ്റൂ? ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഈ മെഗാസ്റ്റാർ ഏത് തെങ്ങും വളയ്ക്കും. ഗ്രാഫിക്സിലൂടെ തെങ്ങ് വിളക്കാലോ. ആളുകൾ വിശ്വസിക്കുവോ സാർ? ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? വെക്കടാ വെടി. പേര് പോലെ തന്നെ വെടിയായി പൊട്ടി. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചവറ് പടമാണെന്നും പറഞ്ഞ് വിളിച്ചത് വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. നീലിമ, ഞങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കൂ. കുടിച്ചാ ബോധം കെടുന്ന സാധനമാ നല്ലത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്നറിയോ? നാണമില്ല ഈ മനുഷ്യന്, ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. നീലിമേ, ഇവിടെ ഇഷ്ടം പോലെ കാറുകളില്ലേ? ഓടിക്കാൻ ഡ്രൈവർമാരില്ലേ? കിടക്കാനോ വിശ്രമിക്കാനോ AC റൂമുകൾ നിരവധിയില്ലേ? സിനിമ കാണാൻ ഹോം തിയേറ്റർ ഇല്ലേ? ഷോപ്പിങ്ങിനാണെങ്കിൽ എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ തരില്ലേ? എന്നിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്തിനെന്നെ ഇങ്ങനെ അപമാനിക്കുന്നു? ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു മെഗാസ്റ്റാറല്ലേ ഞാൻ. ഈ അവസാനം പറഞ്ഞ മെഗാസ്റ്റാർ വിചാരം ഉണ്ടല്ലോ, അത് തന്നെ എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം.
ആദ്യം സരോജ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാനൊരു മെഗാസ്റ്റാർ ആണ് എന്നുള്ള വിചാരമുണ്ടല്ലോ. പടങ്ങൾ വരിവരിയായി പൊട്ടിക്കൊണ്ടിരിക്കുക. ആരാധകര് തിരിഞ്ഞു നോക്കാതാവുമ്പോ ഊതി വീർപ്പിച്ച ഈ ബലൂൺ പൊട്ടും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലും എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒന്നേ ചോദിക്കുന്നുള്ളൂ, നീലിമയ്ക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? സരോജ തന്നെയാണല്ലോ ഏറ്റവും വലിയ കുറവ്.